അപ്പൊ നമ്മൾ ആദ്യം പി എം പണിക്കരെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ കലാസാഹിത്യത്തെ കുറിച്ച് സംസാരിക്കും. പി എം പണിക്കരെ കുറിച്ച് സംസാരിക്കണം അല്ലേ? നിങ്ങൾ അയാളെ കണ്ടിട്ടില്ല? സ്ഥലം എവിടെ? എവിടെ? വെരി ഗുഡ്. ആലപ്പുഴ ജില്ലയിലെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട്. അതിന്റെ പേരറിയാം? അതിനകത്ത് ക്വിസിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. മൂപ്പര പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ഭഗവതി ക്ഷേത്രത്തിന് ഒരു ആലുണ്ട്. ആല് പറ്റില്ല, ആല് വലിയ പടർന്നിട്ടുള്ള അതൊരു ആൽത്തറുണ്ട്. ആ ആൽത്തറയിൽ നിന്ന് തുടങ്ങിയതാണ് എന്നറിയോ ഇന്ന് നാം കാണുന്ന പലതും. നമ്മൾ കാണുന്ന പലതും ഈ ശ്രീ പി എം പണിക്കരുടെ ജനന ഏത് വർഷം അറിയാം? ഏത് വർഷമാണ്? ഇവര് കിസിൽ പഠിച്ചിട്ടോ ടീച്ചറെ 1909 ജനനം. 1909 ജനനം. അദ്ദേഹം ഒരു വായനശാല, ആദ്യത്തെ ഒരു വായനശാല തുടങ്ങി. അതിന്റെ പേരറിയോ? യെസ്, വെരി ഗുഡ്. ഈ സനാതന ധർമ്മം അല്ലെ? ഈ സനാതന ധർമ്മം വായനശാല തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താ അറിയോ? അദ്ദേഹം ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. കേട്ടില്ല? ഇവിടെ LP സ്കൂളിലെ മാസ്റ്റർമാരില്ലേ? അതേപോലെ ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പൊ ഈ ആൽത്തറയിൽ ഒരുപാട് ആളുകൾ വന്നിരിക്കും. എവിടെ? ഏതമ്പലത്തിലെ? ആ ഭഗവതി ക്ഷേത്രത്തിന്റെ ആൽത്തറയിൽ ആളുകൾ വന്നിരിക്കുമ്പോ അവർക്ക് എന്തുണ്ടായിരുന്നറിയാം? വായന മാത്രമല്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടോ? എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. അന്ന് കുറച്ച് ആളുകൾക്ക് മാത്രമേ സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ ഉള്ള സാഹചര്യവും അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് ആളെടുത്ത് വന്നു പറയും, ആ ആൽത്തറയിലേക്ക് കുറെ ന്യൂസ് പേപ്പറും കുറെ ബുക്കുകളൊക്കെ പെറുക്കിയിട്ട് ആൽത്തറയിൽ വന്നിട്ട് അദ്ദേഹം ചെയ്യും, അവർക്ക് വായിച്ചു കൊടുക്കും. അങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഒരു പുസ്തകത്തിൽ നിന്നും ഒരു പത്രത്തിൽ നിന്നും തുടങ്ങിയതാണ്. വെറും വായനയല്ല, ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ വായനശാലകളും അറിയാം. ആ കഥ കേൾക്കണോ? നിങ്ങൾ വായനശാല ആണല്ലോ. ആ വായനശാല ഇങ്ങനെ ഉണ്ടായിട്ട് കേൾക്കണോ? അങ്ങനെ അവിടുന്ന് സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വായനശാല തുടങ്ങി. അത് തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രായത്തെ അറിയോ? ചോദിക്കണം ടീച്ചർ, അത് തുടങ്ങുന്ന സമയത്ത് പ്രായത്തെ നടത്തി എല്ലാവരും കണക്കിലെന്താണ്? പി എം പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20, അതല്ല കുറച്ചും കൂടി കമ്മിയാണ്. പി എം പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പ്രായമായിട്ടുള്ള ഒരാളെ കൂട്ടത്തിൽ കളിക്കുന്നത് അല്ലെ? ഒരു പ്രായമായിട്ടുള്ള ഒരാളല്ലേ? കണ്ണടൊക്കെ വെച്ചിട്ട് നല്ല പ്രായമായിട്ടുള്ള നമ്മുടെ വീട്ടിലൊരു മുത്തശ്ശനെ പോലുള്ള ഒരാളല്ലേ? മൂപ്പര് ജനിച്ചത് 1909. മനസ്സിലായില്ലോ? സനാതന ധർമ്മം എന്ന് പറയുന്ന വായനശാല തുടങ്ങിയ വർഷത്തെ അറിയാം? 1925. 1909 1925 തമ്മിൽ എത്ര വർഷത്തിന് വ്യത്യാസമുണ്ട്? 15 ഒന്നും കൂടി കൂടും അല്ലേ? 16 വർഷത്തെ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന്റെ 16ാമത്തെ വയസ്സിലാണ് മൂപ്പര് ചെയ്തത് ആ പ്രവൃത്തി ചെയ്തത്. നിങ്ങൾക്ക് എത്ര വയസ്സായി? അവിടെ UP-കാർക്ക് എത്ര വയസ്സായി? 5ാം ക്ലാസ്സിലാണോ എല്ലാവരും? എല്ലാവരും 5ാം ക്ലാസ്സിലാണോ? അല്ലെ? നിങ്ങളെക്കാൾ 6 വയസ്സ് മാത്രം പ്രായം അധികം ഉണ്ടാവുന്നതാണ് ആ നാട്ടിലെ ഒരു ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു ആൽമരത്തിന്റെ കെട്ടിലിരുന്ന് അദ്ദേഹം എന്ത് ചെയ്തത്? അവിടെയുള്ള ആളുകൾക്ക് വായനയിലേക്ക് കൈപിടിച്ച് നടത്തിയത് അല്ലേ? അത് കഴിഞ്ഞിട്ട് മൂപ്പര് നിർത്തിയോ? മൂപ്പര് നിർത്തിയില്ല. അന്ന് ലൈബ്രറികൾ ഉണ്ടായിരുന്നു. എവിടെ അറിയാം? ഇപ്പൊ നമ്മുടെ എറണാകുളം ലൈബ്രറി ഉണ്ട്, മലപ്പുറത്ത് ലൈബ്രറി ഉണ്ട്. അങ്ങനെ ലൈബ്രറികൾ അവിടെ ഉണ്ടായിരുന്നു, ആ കാലത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു പറയും? ഈ ആളുകളെല്ലാം കൂട്ടിപ്പിടിച്ചു. അതെ, ഈ 150 ലൈബ്രറികളാണ് ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. 150 ലൈബ്രറികൾ. അതില് കുറച്ച് ഈ ലൈബ്രറിക്ക് സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഉണ്ടാവൂലേ? അങ്ങനത്തെ ആളുകളെ വിളിച്ചു ചേർത്തപ്പോൾ അതിൽ 47 ആൾ വന്നു. ആ 47 ആളുകൾ കൂട്ടിപ്പിടിച്ചിട്ടാണ് എന്തുണ്ടായത്? തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം ഉണ്ടായത്. അത് ആൽത്തറയിൽ തുടങ്ങി. പിന്നെ എന്തായി? തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമായി. നിർത്തിയോ? നിർത്തിയില്ല. മൂപ്പര് എന്ത് ചെയ്തറിയോ? മൂപ്പര് ബാഗ് തൂക്കിയിട്ടാണ് ഇറങ്ങി. ഈ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നടന്ന, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ
അങ്ങട്ടും അതേപോലെ ഇങ്ങട്ടും തലങ്ങും ബലങ്ങും നടന്ന ചിലപ്പോ കേരളത്തിലെ ഏക മനുഷ്യനായിരിക്കണം ഈ PM പണിക്കരാവും. എന്തിനാണ് നടന്നത്? വായനശാലകൾ നിർമ്മിക്കാൻ. അന്ന് എവിടെയാണ് വായനശാല ഉണ്ടായിരുന്നത്? പ്രധാന സെന്ററുകളായിട്ടുള്ള മെട്രോ സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ വായനശാല ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം എന്തായിരുന്നു? ഗ്രാമങ്ങളിൽ വായനശാല ഉണ്ടായിരുന്നു അല്ലേ? 1925 കാലഘട്ടം കഴിഞ്ഞ് കുറച്ചൊന്ന് പോന്നപ്പോ 1945 കാലഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും ഈ 150 വായനശാലകൾ 1945 മൂപ്പർ എന്ത് ചെയ്തത്? തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? മുമ്പ് യാത്ര നിർത്തിയോ? നടന്നു. ഇന്ന് കേരളത്തിൽ എത്ര വായനശാല ഉണ്ട്? അറിയോ? 1000 വായനശാല. ഇന്ന് കേരളത്തിൽ 7000-ത്തിലധികം വായനശാലകളുണ്ട്. 7000. നിങ്ങളുടെ കുട്ടികൾ എത്ര? 800 കുട്ടികളാണ് അല്ലേ? നിങ്ങളൊക്കെ അസംബ്ലിയിൽ നിന്ന് എത്ര അതിന്റെ വലിപ്പം നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേ? അതിന്റെ 8 ഇരട്ടി ആളുകൾ 10 ഇരട്ടി ആളുകളിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് ചിന്തിപ്പതിന് കേരളത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? അത്രയും വായനശാലകളാണ് ഉണ്ട് ഇന്ന് കേരളത്തിലേക്ക്. ചെറിയ സംഭവമാണോ? അയാൾ അനുസ്മരിക്കണ്ടേ? വേണ്ടേ? ഇല്ലക്കാരനാണോ? ഇല്ല. അദ്ദേഹം മരണപ്പെട്ട ഏതോ ദിവസം അറിയോ? ജൂൺ 19. ഓക്കെ. വർഷം 1995 അദ്ദേഹം മരണപ്പെടുന്നത്. 1996 മുതൽ നമ്മൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജന്മദിനം കേരളത്തിൽ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങി. കേരളത്തിൽ അല്ലെ? പക്ഷേ അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ പരിപാടികളാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും എന്താണ് ഈ സമയം തന്നെയാണ് വായനാ ദിനവും അനുബന്ധ പരിപാടികളും നടക്കുന്നത്. എവിടെയാണ് ജനിച്ച്? ആലപ്പുഴ ജില്ലയിൽ നീലമ്പേരൂല്ലേ? നമ്മുടെ പൊന്നാനി പോലെ അല്ലെങ്കിൽ ഈ പ്രദേശം പോലെ ഒരു ഗ്രാമപ്രദേശം. പക്ഷെ ആളെവിടെ ചെന്നിട്ടാണ് നിന്നത്? എവിടെ ചെന്നിട്ടാണ് നിന്നത്? ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് എഴുതുന്നത്. ഇന്ന് ഗ്രന്ഥശാല, ഇന്നത്തെ ഗ്രന്ഥശാലകളുണ്ടല്ലോ, ഇന്നത്തെ ഗ്രന്ഥശാലകൾ ഞാൻ 7000 പറഞ്ഞില്ലേ? എത്ര ബുക്ക് ഉണ്ടാവും? എത്ര ബുക്ക് ഉണ്ടാവും? 1 കോടി പുസ്തകം. എത്ര ബുക്ക് ഉണ്ടാവും കേരളത്തിൽ? ലൈബ്രറികളിൽ കേരളത്തിലുള്ള ജനങ്ങളെക്കാൾ 1.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അതിനേക്കാൾ പുസ്തകങ്ങൾ അവിടെ ഉണ്ട് അറിയോ? പിന്നെ ലൈബ്രറി രജിസ്റ്റർ ആണെങ്കിൽ 1000 പുസ്തകമാണ്. 7000 1000 നോക്കും. അതിൽ 12000 മുതൽ 20000 വരെ പുസ്തകങ്ങളുടെ വായനശാലകളുണ്ട്. ഇത്രയും വലിയ പ്രസ്ഥാനമുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രശ്നം 2025. എന്താണ് ആ പ്രശ്നം? ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ അനുസ്മരിക്കേണ്ട അദ്ദേഹത്തെ വേണ്ടേ? ഇതന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അടിസ്ഥാനം. ആരാണ് PM പണിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂൺ 19 വന്നിട്ട് വായനശാലയിൽ ഏതൊരാളെന്ന് പ്രസംഗിച്ചിട്ട് പോണ ആളല്ല PM പണിക്കർ. ഇന്ന് നാം കാണുന്ന വായന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കെട്ടിപ്പടുത്തുയർത്തി ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് PM പണിക്കർ. ഇന്ന് നമ്മൾ വായനശാലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, സ്കൂളിൽ നിങ്ങൾ ലൈബ്രറിയില്ലേ, അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട പേരാണ് PM പണിക്കർ. എല്ലാ സുഖലോലതകളും നമുക്കില്ലേ? ഫോണില്ലേ, ഇന്റർനെറ്റില്ലേ, വാട്സപ്പില്ലേ, ഇൻസ്റ്റാഗ്രാമില്ലേ, എല്ലാം ഇല്ലേ? ഇതൊന്നുമില്ല. ഇന്ന് കാറില്ലേ, ബൈക്കില്ലേ, ബസ്സില്ലേ, തീവണ്ടിയില്ലേ, വിമാനല്ലേ? ഇതൊന്നുമില്ലാത്ത കാലത്ത് നടന്ന് 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 പോയി ഉണ്ടാക്കിയിട്ട് വരുന്നത് ഇന്ന് കാണുന്ന കേരള ലൈബ്രറി കൗൺസിൽ. ഇന്ന് ലൈബ്രറി കൗൺസിൽ അത്യാവശ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം. ഗ്രാൻഡ് ഒക്കെ കൊടുക്കും. എല്ലാ വർഷവും ഗ്രാൻഡ് കൊടുക്കും. ഇന്ന് ലൈബ്രറി യുവജന വായനശാല പ്രാവശ്യം 22,000 പുസ്തകത്തിന് ഗ്രാൻഡ് ആയിരിക്കും. ആ ഇന്ന് ലൈബ്രറിയിൽ ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയിൽ മാത്രം 4800 പുസ്തകമുണ്ട്. പക്ഷേ ആരും അവിടെല്ല വരുന്നില്ല. അതിന് വല്ല പരിഹാരമുണ്ടോ? എന്താ പരിഹാരം? കിസ് നടത്തുകയല്ല. കിസ് നടത്തുന്ന നല്ല കാര്യം കേട്ടോ. വായിച്ച കാര്യങ്ങളെ കുറിച്ച് കിസ് നടത്തുന്ന നല്ല അഭിപ്രായം. പക്ഷെ അതിനേക്ക് മുമ്പ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയും? നിങ്ങൾ അവിടെ ലൈബ്രറി 1 കിലോമീറ്റർ ചുറ്റളവിലില്ലാത്ത ആളുകളിലേക്ക് പോകും. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ലൈബ്രറി ഇല്ലാത്ത ആളുകളിലേക്ക് പോകും.
ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ലൈബ്രറി ഇല്ലാത്തത് കൈകൊടുക്കും. അത് ദൂരെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ ലൈബ്രറി ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്റെ പൊന്നാര മക്കളെ, 100 അടി നടന്ന ഞങ്ങളുടെ ലൈബ്രറിയുടെ സ്കൂളില് 100 അടി നടന്നാൽ പോരണ്ട. 100 വട്ടം 1, 2, 3 നടന്നാല് നമ്മൾ ലൈബ്രറി എത്തി. പോരണ്ടോ? പോരില്ല. ഇപ്പൊ ലൈബ്രറി എങ്ങനെ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ലേ? സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇനി എന്തിനാണ് നമ്മൾ ലൈബ്രറി